That's all. കുറച്ചുകൂടെ നീട്ടി ചിഹ്നം വിളിക്ക്. അത് കേട്ടിട്ടെങ്കിലും രണ്ട് കക്ഷികളൊന്ന് കേറട്ടെ. താൻ ഞങ്ങളങ്ങനെ കൊച്ചാക്കൊന്നും വേണ്ട. ഈ അഡ്വക്കേറ്റ് ജയകൃഷ്ണനും അദ്ദേഹത്തിന്റെ ജൂനിയറായ അഡ്വക്കേറ്റ് പൊന്നപ്പനും കേസുകളില്ലാത്തതേ ഞങ്ങൾ കേസുകൾ എടുക്കാത്തോണ്ടാ. ദേ ഇപ്പൊ തന്നെ ഈ ആലത്തൂർ കൊല കേസ് വന്നിട്ടേ ജയകൃഷ്ണൻ സാർ അത് എടുത്തില്ല. അതിന് ആ കേസ് രാധിക മേഡത്തിനാണല്ലോ വന്നത്. അതെ, അതുകൊണ്ടുള്ള കേസ് എടുക്കാഞ്ഞേ. അതേതായാലും നന്നായി. തന്റെ ഈ ജയകൃഷ്ണൻ സാറ് ആദ്യമായി വാദിച്ച കേസിന്റെ കഥയറിയോ? അദ്ദേഹത്തിന്റെ വാദം കേട്ട് അങ്ങേരുടെ കക്ഷി കോടതിയിൽ വെച്ച് ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തു. ഒബ്ജക്ഷൻ. എന്റെ ഒബ്ജക്ഷൻ സക്സസ് ആവില്ലേ? ഇനി ഒബ്ജക്ഷൻ ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞ എന്റെ മുഖത്ത് തുപ്പിയാലുണ്ടല്ലോ. എടോ, ആ കക്ഷിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നത് സാറിന്റെ വാദം മോശമായതുകൊണ്ടല്ല, അദ്ദേഹത്തിന്റെ കക്ഷിക്ക് വാദരോഗം ഉണ്ടായതുകൊണ്ടാ. വാദരോഗമുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരും. ആ കക്ഷിക്ക് ഹൃദയത്തിലായിരുന്നു വാദം, ഹൃദുവാദം. വേറെയും രണ്ട് കേസ് വാദിച്ചിട്ടുണ്ടല്ലോ നിന്റെ സാറ്. അതെ, ആ രണ്ട് കക്ഷികൾ ഇന്ന് സെൻട്രൽ ജയിലാണ്. അവർ വളരെ സന്തോഷത്തിലാണ്. ജയിലിൽ കിടക്കുന്നതുകൊണ്ടോ? അല്ല, അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നില്ലല്ലോ. എന്താ? ഞങ്ങളൊരു കേസിന്റെ കാര്യത്തിന് വന്നതാ. അയ്യോ, അവരും ജയകൃഷ്ണൻ സാർ അകത്തൊരു പ്രമാദമായ കേസ് പഠിച്ചോണ്ടിരിക്കുക. പഠിച്ചോട്ടെ, അദ്ദേഹത്തെ ശല്യപ്പെടുത്തണ്ട. ഞങ്ങൾ അഡ്വക്കേറ്റ് രാധികയെ കാണാൻ വന്നതാ. അതെ, സംഗതി രാധിക നല്ല അഡ്വക്കേറ്റ് ഒക്കെ തന്നെയാ, കാണാനും കൊള്ളാം. പക്ഷേ ഫീസിന്റെ കാര്യത്തിൽ ഭയങ്കര കത്തിയാ. ജയകൃഷ്ണൻ സാറിന് ഫീസും കുറവാ. പോരാത്തതിന് ഓണം പ്രമാണിച്ച് ഫീസിൽ 50% വിലക്കുറവുണ്ട്. അതിന് ഓണം കഴിഞ്ഞിട്ട് 2-3 മാസമായില്ലേ? പക്ഷെ വിലക്കുറവ് പിൻവലിച്ചിട്ടില്ല. മാത്രല്ല, ഇപ്പൊ കേസ് ഏൽപ്പിച്ചൊരു ഫ്രീ ഗിഫ്റ്റ് കിട്ടും. അറിയാം, സെൻട്രൽ ജയിലല്ലേ. എന്താ പൊന്നപ്പാ, കക്ഷികള് വീണില്ലേ? കളിയാക്കൊന്നും വേണ്ട. നിങ്ങളുടെ പുന്നാര സഹോദരൻ ഒരു കേസെങ്കിലും കിട്ടിക്കോട്ടെന്ന് കരുതിട്ടാ. ഈ മുളവണിയും കഴിഞ്ഞോ? ഇയാൾ എന്തിനാ അടുക്കളക്കാരും തിരക്കുന്നേ? അടുക്കളക്കാരിയൊന്നല്ല, കോടതിക്കാരിയാ. എന്റെ വക്കീൽ കോട്ട് എടുത്തിട്ടാ നിങ്ങൾ കാക്കി ഓടിക്കാൻ തൂക്കിട്ടിരിക്കണേ. ഓ, അങ്ങനെങ്കിലും ഒരു ഉപയോഗം അതുകൊണ്ടുണ്ടല്ലോ. ഇത്രയ്ക്ക് അത്യാവശ്യമായിട്ട് നിങ്ങൾ കിട്ടിയിട്ടെന്തിനാ? വൈകുന്ന ഒരു കേസ് ഉണ്ട്, വായനശാലയുടെ. വായനശാലയുടെ കേസോ? അതെ, അവിടുന്ന് വാർഷിക നാടകമൊക്കെ ഉണ്ട്. നാടകത്തിന് ഈ സാധനം വാടകയ്ക്ക് കൊടുക്കാമെന്ന് ഞാൻ ഏറ്റുപോയി, ഞാൻ ഉൾപ്പെടെ. അയ്യോ, അപ്പൊ കാക്കി ഓടിക്കാൻ എന്ത് ചെയ്യും? നിങ്ങളുടെ സഹോദരൻ ഓഫീസിൽ നിന്ന് ഈച്ചി ഓടിക്കുന്നു. അതിലും മതം ഇവിടെ വന്നുകൊണ്ട് കാക്കി ഓടിക്കാൻ പറയൂ. ജയകൃഷ്ണ, എന്താ മാവാ? ഈ ബസ് സ്റ്റാൻഡിലും ടാക്സി സ്റ്റാൻഡിലും ഒക്കെ ആളെ വിളിച്ചു കയറ്റുന്ന പോലെ ഒരുമാതിരി ബ്രോക്കർമാരുടെ പണി ഈ വീട്ടിൽ കാണിച്ചാണ്ടല്ലോ. നാണമില്ലടാ നിനക്ക് ഇവിടെ വരുന്ന കക്ഷികളെ ക്യാൻവാസ് ചെയ്യാൻ? അയ്യോ, അമ്മാവൻ എന്തായി പറയുന്നത്? ഇനി മേലാൽ ഇത് ആവർത്തിച്ച കഴുത്തെ പിടിച്ചാൻ വെളി തള്ളും. മനസ്സിലായോടാ? മനസ്സിലായോന്ന്? ആ, ഐ എം സോറി. ജയേട്ടന്റെ ബുദ്ധിമുട്ടുകൾ എനിക്ക് അറിയാവുന്നുണ്ട്. ഒരു കേസെങ്കിലും ജയേട്ടന് കിട്ടിക്കോട്ടെ എന്ന് കരുതിയാ ഞാൻ ക്യാൻവാസിംഗിന് ഇറങ്ങിയത്. ഇത്രയും ആളുകളുടെ മുമ്പിൽ വെച്ച മനുഷ്യന്റെ വായിലിരുന്ന് കൂടി കേൾപ്പിച്ചപ്പോ നിനക്ക് തൃപ്തിയായില്ലടാ? തൃപ്തിയായി സാറേ, എനിക്ക് സന്തോഷായി. ഇപ്പോഴെങ്കിലും സാർ ഇത് ചെയ്തല്ലോ. മനസ്സ് നിറയിപ്പോ സന്തോഷ. എന്റെ കണ്ണുകൾ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. നീ എന്തായി പറയുന്നത്? അല്ല, എന്നെ തല്ലാനായിട്ടാണെങ്കിലും ഈ നിയമപുസ്തകം സാർ ഒന്ന് കൈകൊണ്ട് തൊട്ടല്ലോ. നീലക്കുറിഞ്ഞു പോക്കുന്ന പോലെ വല്ലപ്പോഴും കാണാൻ കിട്ടുന്ന അപൂർവ കാഴ്ചയിലിത്. നീലക്കുറിഞ്ഞല്ല, നിന്റെ കൊരണവള്ളി ഞാൻ ഞെക്കി പൊട്ടിക്കും. തനിക്കറിയോ, വക്കീൽ പണിയിലും പൊന്നപ്പിന് പുല്ല. എനിക്ക് വേറൊരു പണി അറിയണോ, കൽപ്പണി. കണ്ടിട്ടില്ലേ? ഈ കല്ലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ചെട്ടണത് എന്റെ. തനിക്കറിയോ, ഞാൻ എന്റെ അച്ഛനെ കഷ്ടപ്പെട്ട് കൽപ്പണി എടുത്തിട്ടാ ഞാൻ പഠിച്ചൊരു വക്കീലായത്. കഷ്ടകാലത്തിന് പണ്ടാറടങ്ങാനായി തന്റെ ജൂനിയർ ആവാനായിരുന്നു എന്റെ വിധി. എന്നെങ്കിലും ഒരു ദിവസം താൻ എന്നെ കോടതി കയറ്റി ഇരുത്തിയിട്ടേ എന്ന് താൻ എന്നെ കൊണ്ട് പറയിപ്പിച്ചിട്ടോ? പോട്ടെ, താങ്കൾ എങ്ങനെ അത് പറയണ കാണാനുള്ള കൊതി കൊണ്ടാ ഞാൻ ആ കക്ഷികളെ ക്യാൻവാസ് ചെയ്ത. അപ്പൊ തനിക്കത് തല്ലണല്ലേ? പൊന്നപ്പ പോട്ടടാ, അപ്പോഴത്തെ ഒരു പ്രാന്തിന് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തു പോയതാ. സോറി. എന്റെ സാറേ, സാറ് സോറി പറയേ. ആക്ച്വലി സാറിന്റെ കയ്യിൽ നിന്ന് 2 കൂടി വാങ്ങിച്ചിട്ട് പോയി കിടന്നുറങ്ങാനാ ഞാൻ 2 അടിച്ചിട്ട് ഇങ്ങോട്ട് വന്നത്. സാറേ, സാറിന് അറിയോ, ഇവിടെ അടുത്തിരിക്കായി ഇങ്ങടെ അടുത്തിരിക്കാൻ സത്യത്തിൽ സാറിനൊരു കേസ് കിട്ടാൻ വേണ്ടി ഒരാളെ കൊന്നിട്ട് ആ കേസിലെ പ്രതിയാവാൻ ഞാൻ തയ്യാറാ. പക്ഷേ ആ കേസ് സാറ് വാദിച്ച എനിക്ക് കൊലക്കയറ് ഉറപ്പാന്ന് അറിയാവുന്നോണ്ടാ ഞാനത് ചെയ്യാഞ്ഞ.
സോറി സാറേ സോറി സാറേ സോറി സാറേ സോറി സാറേ തേരോട്ടം. ഹലോ പങ്കജാക്ഷൻ. പങ്കജാക്ഷൻ ചേട്ടനല്ലേ? അതെ. എന്നെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം? അത് കൊള്ളാം. പങ്കജാക്ഷൻ സാറിന് അറിയാത്തായിട്ട് ഈ നാട്ടിൽ ആരാ ഉള്ളത്? ദൈവമേ, ഞാൻ അത്രക്ക് ഫേമസ് ആണോ? പിന്നെ ആട്ടെ, നിങ്ങൾ ആരാ? ഞങ്ങൾ ഇലക്ട്രീഷ്യൻസാ. ഇവിടെ സ്വിച്ച് ബോർഡിന് എന്തോ കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്പ്യാർ സാർ പറഞ്ഞിട്ട് വന്ന. ഇവിടെ വന്നപ്പോഴല്ല അറിയുന്നത്. നമ്പ്യാർ സാറിനല്ല, അതൊക്കെ അവർക്ക് അറിയാവുന്നതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ പങ്കജാക്ഷൻ ചേട്ടൻ അറിയാന്ന്. ഈ മെയിൻ സ്വിച്ച് ബോർഡ് എവിടെയാ പങ്കജാക്ഷൻ സാറേ? ഒരു മിനിറ്റ്. പ്രാന്തമാർക്ക് എന്താ പ്രാന്തായോ? എന്താണ് പ്രശ്നം? അയ്യോ തമാശ ചേട്ടന്മാരെ, ഭയങ്കര തമാശ. ഞാനൊരു നുണ പറഞ്ഞു ഈ വട്ടന്മാരോട്. നമ്മുടെ ഗേറ്റിൽ കൊണ്ടുവന്ന് ബിരിയാണി വിതരണം ചെയ്യുന്നുണ്ടെന്ന്. എല്ലാ ഭ്രാന്തന്മാരും കൂടി ഇപ്പൊ കിട്ടും ബിരിയാണി എന്ന് പറഞ്ഞു ഓടിയത് ഞാനോടെ പറ്റിച്ച്. അതിന് നീ പുറകെ ഓടുന്നുണ്ടല്ലോ, അതെന്തിനാ? ഇനി ചിലപ്പോ അവിടെ ബിരിയാണി കൊടുക്കണ്ടെങ്കിലാ പറയാൻ പറ്റൂലേ. കഷ്ടം. അവന്റെ കല്യാണത്തിന് അവന്റെ പെണ്ണ് മരിച്ചുപോയി. അന്ന് തുടങ്ങിയ 3 ചന്ദനത്തിനും കത്തിച്ചുകൊണ്ടുള്ള നടപ്പ്. അതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ എല്ലാത്തിനും പിന്നിൽ ഓരോ കഥകളുണ്ട്. വാ. സാറേ, ഇവര് ഇലക്ട്രീഷ്യൻസ്മാരികളാ. മെയിൻ സ്വിച്ച് കുറച്ചു നേരത്തേക്ക് ഓഫ് ചെയ്യും. അതിന് സാറിന്റെ അനുവാദം ചോദിക്കാൻ വേണ്ടി വന്നതാ. കൂട്ടത്തിൽ സാറിനെ ഇവർക്ക് പരിചയപ്പെടണമെന്നും പറഞ്ഞു. ഞാനേ ഈ താക്കോല് കൊടുത്തിട്ട് വരാം. ഞാനിവിടെ ഉണ്ട്. ഹലോ. ഹലോ, ഇലക്ട്രീഷ്യൻ? യെസ്. നോ, ഇതൊരു അധ്വാനിക്കുന്നവന്റെ കൈയല്ല. ജീവിതത്തിൽ ഒരു പണിയും ചെയ്യാത്ത ഒരുത്തിന്റെ കയ്യാ. ശരിയല്ലേ? കറക്റ്റാ, വെരി കറക്റ്റ്. ഞാൻ പൊന്നപ്പൻ. ഇത് പണിയെടുക്കുന്നവന്റെ കയ്യാ. പക്ഷേ ഇലക്ട്രീഷ്യൻ അല്ല. നീ ഒരു കൽപ്പണിക്കാരനല്ലടാ. അയ്യേ, ശരിയാ. കൊടുകൈ കലക്കി കളഞ്ഞു. ഇനി ഉള്ളത് പറയാലോ. ഞാനൊരു അഡ്വക്കേറ്റാ. അഡ്വക്കേറ്റ് ജയകൃഷ്ണൻ. ഇതെന്റെ ജൂനിയർ അഡ്വക്കേറ്റ് പൊന്നപ്പൻ. ഹരിനാരായണനെ ഈ തടവറയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. പുള്ളി ഹാപ്പിയായി. ഞാനൊരു മുഴു ഭ്രാന്തന, ആശുപത്രിയിൽ അടക്കപ്പെടേണ്ടവൻ. ഹൈക്കോടതി വിധിച്ചത് അങ്ങനെയാ. ആ വിധിയെ മറികടന്നിട്ട് എന്നെ രക്ഷപ്പെടുത്താൻ നിങ്ങൾക്കെന്നല്ല ആർക്കും കഴിയില്ല. അതുമല്ല, ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇനി ഒരു പുതിയ ജീവിതം എനിക്ക് കിട്ടാനുമില്ല. എനിക്കൊരു ജീവിതം കിട്ടും. അത്രയ്ക്ക് പ്രശ്നത്തിലാണ് ഞാൻ. ഈ കേസും കൂടി കിട്ടിയില്ലെങ്കിൽ അമ്പലമുറ്റത്തിരുന്ന് ചില സ്വാമിമാര് പിച്ചെടുക്കണ കണ്ടിട്ടില്ലേ? അതുപോലെ കോടതി മുറ്റത്തിരുന്ന് വക്കീൽ കോട്ടിട്ട് തെണ്ടേണ്ടി വരും ഞങ്ങള്. താങ്കളെ രക്ഷപ്പെടുത്താൻ ആവശ്യമായ എല്ലാ വിവരങ്ങളും ലോ പോയിന്റ്സും ഞങ്ങളുടെ പക്കലുണ്ട്. ഈ വക്കാലത്തിൽ ഒന്ന് ഒപ്പിട്ടെന്നാ മതി. ഈ ഇരുമ്പഴിക്കുള്ളിൽ കുരുങ്ങിക്കിടക്കേണ്ട ആളല്ല നിങ്ങൾ. നിങ്ങളെ ഞാൻ പുറത്തു കൊണ്ടുവരും. നിങ്ങളുടെ ജ്യേഷ്ഠനുണ്ടല്ലോ, അയാള് കൊണ്ടുവരുന്ന ഏതൊരു അഡ്വക്കേറ്റിനെയും എതിർത്ത് തോൽപ്പിക്കാനുള്ള കഴിവും കരുത്തും എനിക്കുണ്ട്. എന്തേ ധൈര്യമായിട്ട് ഒപ്പിട്ടോളൂ. പ്ലീസ് പ്ലീസ്.